ഹേ ഗായ്സ്, ഐ എം ബാക്ക് വിത്ത് കല്യാണ വ്ളോഗ് അഗെയിൻ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു ചേച്ചിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഞാൻ ചുമ്മാ ഒരു ഫിറ്റ് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള നെയ്ബറും ഫാമിലി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇന്ന് പെണ്ണിനും ചെക്കനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയൊക്കെ എൻട്രി വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് താലികെട്ടിലായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് സദ്യ വന്നേ. അപ്പോൾ ഇതായിരുന്നു പെണ്ണും ചെക്കനും കേട്ടോ. അപ്പോൾ സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അത് ഞാൻ ആകെ അടുപ്രഥമം മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. സേമിയ പായസം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നിന്ന് കേട്ടോ. ഭയങ്കര ആളായിരുന്നു. ആൻഡ് ഐ ഗോട്ട് ദിസ് ഫ്ലവർ ഫ്രം ദിസ് കാർ. ലൈക്ക് ഞാൻ എല്ലാ പിള്ളേരും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്താണ് എടുത്തേക്കാം. ലൈക്ക് ഞാൻ ആദ്യം ഈ റെഡ് റോസ് മാത്രമായിരുന്നു എടുത്തത്, പക്ഷെ പിള്ളേരെല്ലാം കൂടെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരെണ്ണം കൂടെ എടുത്തേക്കുന്നത്. അപ്പോൾ റെഡും വൈറ്റും കിട്ടി. അപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ആൻഡ് ഞങ്ങൾ തിരിച്ചു പോയ സമയത്ത് ഞങ്ങളൊരു പാടത്തിൻ്റെ വഴി കൂടെയൊക്കെ ആയിരുന്നു പോയത്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോസ് എല്ലാം എടുത്തത്. നല്ല കാറ്റ്, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസ് എല്ലാം എടുത്തായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന നേരത്ത് നെയ്ബറിലെ അമ്മച്ചിത് ഞങ്ങൾക്ക് ഇലഞ്ഞി എന്ന് പറഞ്ഞൊരു പൂ അവിടെ നിന്ന് പറിച്ചു തന്നു കേട്ടോ. അത് നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മണമൊക്കെ കണ്ടിട്ട് പറിച്ചു തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ നേരത്തെല്ലാം ഇതുപോലത്തെ ഉള്ള ഓരോ വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പാലം പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഒന്നും ഞങ്ങൾ നിർത്തിയില്ല കേട്ടോ. പിന്നെ ഇവിടെ പോളയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ലേഡി സ്റ്റോറിൽ ഞങ്ങൾ കയറിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കടയിൽ കയറുന്നത്. പക്ഷെ നോക്കിയ സമയത്ത് എന്തോ ഒരു ഇയറിംഗ്സ് അല്ലേ, നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ വാങ്ങിക്കാൻ തോന്നി കേട്ടോ. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്ന നെയ്ബർ ആൻറ്റിക്ക് വേണ്ടി വാങ്ങിക്കാനായിരുന്നു കയറിയത് കേട്ടോ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറേ ലിപ്സ്റ്റിക് കളക്ഷൻ. അപ്പോൾ ഞാൻ ഓർത്ത് ഒരെണ്ണം വാങ്ങിക്കാമെന്ന്. ഒരെണ്ണം അല്ല, ഞാൻ പിന്നെ ലിപ് ഗ്ലോസും കൂടെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഷെയ്ഡാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ആൻറ്റി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫുൾ മിറർ സെൽഫിയും ബാഗും എല്ലാം നോക്കുമായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഇരിക്കുന്ന എല്ലാ പാവയും എല്ലാം എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബ്രേസ്ലെറ്റ് എല്ലാം എടുത്ത് നോക്കിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് കാണുന്നത് ഈ നറുത്തോടെ ഇത്. അപ്പോൾ അതിൻ്റെ തലയൊക്കെ കുലുക്കി കഴിഞ്ഞിട്ട് നമ്മളിത് ബില്ലും അടച്ചിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ബേക്കറി കയറിയിട്ട് കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.